അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വെൽക്കം ടു ലൈഫ് ചാപ്റ്റർ. നമുക്ക് ആദ്യം ഈ സ്ട്രോബെറി പേരയുടെ ചെറിയൊരു പ്രൂണിങ് നടത്താം. ഇത് കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ പ്രൂണിങ് ചെയ്യാത്തത് കൊണ്ട് കുറേ കമ്പ് അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നിട്ട് ഒരു ഔട്ട് ഓഫ് ഷേപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് വേണ്ടുന്ന ഒരു ഷേപ്പിലേക്ക് തൽക്കാലത്തേക്ക് ഇനി ഒന്ന് മാറ്റിയെടുക്കാം. അപ്പം കുറച്ച് കായും പൂവൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും വരാത്ത കുറച്ച് കൊമ്പ് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കുറച്ചെണ്ണത്തിന് നല്ല പൂവും കായൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനും തോന്നില്ല, പക്ഷേ കട്ട് ചെയ്യുന്നതായിട്ട് ശരിയാവുകയും ചെയ്യില്ല. അതുകൊണ്ട് അടുത്ത സീസണിലേക്ക് ആളിന്ന് ഉഷാറാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ട് ചെയ്തേ പറ്റുള്ളൂ. എന്തായാലും ചെറിയ പുഴുവൊക്കെ ഇരിക്കുന്നുണ്ട്, അടി കിട്ടുമോ അറിയില്ല. ഇനിയിപ്പോൾ അത്യാവശ്യം മേലോട്ട് പോവായിരിക്കും. നമുക്കിനി അടുത്തത് നമ്മുടെ ജാമുൻ്റെ കമ്പൊക്കെ വെട്ടിന്ന് പ്രൂണിങ് ചെയ്യാം. ഇത് ഇതുവരെ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഏകദേശം നമ്മൾ നട്ടിട്ട് 1 വർഷം കഴിഞ്ഞതുകൊണ്ട് അത്യാവശ്യം നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്കൊന്ന് വൃത്തിയിൽ പ്രൂണിങ് ചെയ്ത് സാഫൊക്കെ തേച്ച് സെറ്റാക്കി എടുക്കാം. കുറച്ചുകൂടെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ നമ്മുടെ സമയം കൂടി അവൈലബിൾ അല്ലാതിരുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ലേറ്റായിപ്പോയി ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും സാരില്ല, മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ചെയ്തിട്ട് സംഭവം ഒന്ന് വൃത്തിയാക്കി നിർത്തിയാൽ അടുത്ത സീസണിലേക്ക് ആൾ സുഖസുന്ദരമായിട്ട് ഇങ്ങ് കയറിപ്പോരും. ഓക്കെ, നമ്മളപ്പം നമ്മുടെ സ്ട്രോബെറി പേരയുടെയും ജാമുൻ്റെയും നമ്മൾ ഓൾറെഡി പ്രൂണിങ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജബോട്ടിക്കാബ റെഡ് ഹൈബ്രിഡിൻ്റെ ആണ്. ഇത് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രൂണിങ് ചെയ്ത് സാഫൊക്കെ തേച്ച് നിർത്താം. ഇത് അത്യാവശ്യം നല്ലൊരു ഷേപ്പിൽ നമ്മൾ നിർത്തണം, കാരണം ഇത് മരമുന്തിരി ആയതുകൊണ്ട് ഇതിൻ്റെ തടിയിലാണ് ഫ്രൂട്ട്സ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊന്ന് ഷേപ്പ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കായൊക്കെ വരുന്നതും കാണുകയും ചെയ്യാം, നല്ല വൃത്തിയിൽ കായ പിടിക്കുകയും ചെയ്യും. ഇത് നമ്മൾ വാങ്ങിയ സമയത്ത് തന്നെ എന്നോട് അവർ പറഞ്ഞായിരുന്നു, നിങ്ങൾ കറക്റ്റായിട്ട് പ്രൂണിങ് ഒക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം 2 വർഷം 2.5 വർഷം കൊണ്ട് തന്നെ കായ പിടിക്കുന്നൊക്കെ പറഞ്ഞായിരുന്നു. നമ്മുടെ ചൈനീസ് കമല ഓറഞ്ചിൻ്റെ കാര്യമായിട്ട് പ്രൂണിങ് ഒന്നും ചെയ്യേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ മുകളിലോട്ട് പോകുന്നുണ്ട്. അതിനിപ്പോൾ അടുത്ത വർഷം നോക്കിയിട്ട് നമുക്ക് വേണ്ട പോലെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇത് ജപ്പാൻ പേര, സീഡ്ലെസ് പേര, അതിൻ്റെയും പ്രൂണിങ് അങ്ങനെ ചെയ്യേണ്ട ഒരു വലിയൊരു ആവശ്യകതയില്ല. ചെറിയ രീതിയിലൊരു ഇങ്ങനത്തെ ഒരു ചെറിയ കമ്പൊക്കെ വെട്ടി കളയാന്നല്ലാതെ വലിയൊരു പ്രൂണിങ് ചെയ്യേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. പിന്നെയുള്ളത് നമ്മുടെ ബനാന സപ്പോട്ടയാണ്. അത് പിന്നെ കാര്യമായിട്ട് ഈ ഒരു ഏരിയയിൽ ഫുള്ള് കായുണ്ട്, അതുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യം നമ്മളത് പ്രൂൺ ചെയ്യുന്നില്ല. പിന്നെ നമുക്കിവിടെയുള്ളത് നമ്മുടെ കുംക്വാറ്റ് ഓറഞ്ചാണ്. കുംക്വാറ്റ് ഓറഞ്ച് ആണെങ്കിൽ നിറച്ച് പൂത്ത് കായ്ച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രൂണിങ്ങിനെ പറ്റി ആലോചിക്കാം. ഈ മഴക്കാലം കഴിഞ്ഞതിന് ശേഷം പ്രൂണിങ് ചെയ്യാം. ഇതിനകത്ത് നിറച്ചും ഈ ഇലഞ്ഞി മരത്തിൻ്റെ പൂവാണ്. നമുക്കിവിടെ നല്ലൊരു വലിയൊരു ഇലഞ്ഞി മരമുണ്ട്. ആ ഇലഞ്ഞി മരത്തിൻ്റെ പൂവ് വീണിട്ട് ഇതിനകത്തൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ കാ പിടിച്ചിട്ടുണ്ട്. ഇതൊന്ന് പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. മഴയത്ത് നഷ്ടപ്പെട്ടു പോവാതെ കിട്ടിയാൽ തിരിച്ചു പോകുന്നതിന് മുമ്പേ കുംക്വാറ്റ് ഓറഞ്ചൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകുമായിരുന്നു. ഇപ്പോൾ നമുക്ക് താഴത്തെ നമ്മുടെ ഈ എയർ പ്രോണിങ് പോട്ടിൽ വെച്ച ചെടിയുടെയൊക്കെ നമ്മൾ ഏകദേശം ചെയ്തു. ഇനി അതിൻ്റെ താഴെയുണ്ട് ആപ്പിൾ പ്ലാന്റ് ഉണ്ട്. അത് നമുക്ക് മുകളിൽ നമ്മുടെ പറമ്പിലെ കുറച്ച് ചെടികൾക്ക് പ്രൂണിങ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് താഴെ ഇറങ്ങി ആപ്പിളിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ ഈ പറമ്പിൽ ഏറ്റവും ആദ്യം നട്ട റംബൂട്ടാനാണ്. നട്ടിട്ട് കുറച്ച് വളർന്നതല്ലാണ്ട് വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ ഇപ്രാവശ്യം എന്തായാലും ഒരു ഹാർഡ് പ്രൂണിങ് ചെയ്തിട്ട് വിടുകയാണ്. മഴക്കാലം കഴിയുമ്പോഴത്തേക്ക് പുതിയ തളിർപ്പൊക്കെ വന്നിട്ട് അപ്പോഴത്തേക്ക് ഇതിന് ചോലയെല്ലാം വെട്ടി നല്ല രീതിയിൽ വെയിൽ കൊള്ളുന്ന രീതിയിലൊന്നും ആക്കി കൊടുക്കാം. അടുത്ത പ്രാവശ്യം ഇങ്ങനെ കായ്ക്കണേ എങ്ങനെ ഒറ്റ ഇല പോലും വെക്കാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും സാഫൊക്കെ തേച്ച് വൃത്തിയായിട്ട് നിർത്താം. മുള വരുമോ നമുക്ക് എന്തായാലും നോക്കാം. ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ N18 റംബൂട്ടാനാണ്. ഇത് നമുക്കൊരു സോഫ്റ്റ് പ്രൂണിങ് ചെയ്യാം. ഒരു ഫുള്ള് എന്തായാലും നമ്മൾ കളയുന്നില്ല. ഇത് പ്രാവശ്യം കുറേ പൂവൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് പ്ലാന്റിന് കുഴപ്പമില്ല, നമ്മൾ വെയിലൊന്നും അധികം കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ ശ്രദ്ധിക്കാതെ വിട്ടുപോയതുകൊണ്ടാണ് അധികം കായ തരാതിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. റംബൂട്ടാൻ നട്ടതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് പ്രൂണിങ് ചെയ്യുന്നത്. എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് നമുക്കൊന്ന് നോക്കി വെക്കാം. ഇതിൽ പൂവുണ്ട്, അതിനകത്ത് പൂവുണ്ട്. കുറച്ചൊരു ചെറിയ സോഫ്റ്റല്ല എന്നാലൊരു ഹാർഡും അല്ലാത്ത രീതിയിലൊരു പ്രൂണിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ മുകളിലത്തെ പറമ്പിലേക്കുന്ന ജബോട്ടിക്കാബയുടെ പ്രൂണിങ് നമുക്ക് നടത്താം.
ഈ അബിയു നമ്മൾ കുറേ കായ തന്നാണ് ഇപ്രാവശ്യം. ഇപ്പം കായ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതുകൊണ്ട് വലിയ പ്രൂണിങ് നമ്മൾ നടത്തുന്നില്ല. ചിലപ്പോൾ ഇനിയും കായ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ 1-2 കൊമ്പൊക്കെ വെട്ടിയിട്ട് നിർത്താൻ തോന്നും. കാര്യമായിട്ട് പ്രൂണിങ് ചെയ്യേണ്ട ഒരു സംഭവം ഇപ്രാവശ്യം ഇല്ല ഇതിനകത്ത്. കുറച്ച് കായൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള ഒരു പ്രൂണിങ് നടത്താം. ഇത് ഈ ഏരിയയിലൊക്കെ ഇതിന് കേരവള്ളി എന്നാണ് പറയുന്നത്. ഇതൊരു കിലോയാണ്. ഇതിന് കിലോയ്ക്ക് 110 രൂപ വേണ്ടിയുള്ളൂ. ഇങ്ങനെ താങ്ങ് കൊടുക്കാനും മരത്തിലേക്ക് വലിച്ചിട്ടാനും ഒക്കെ ഈ സാധനം ഉഷാറാണ്. അബി പ്ലാന്റിന് ഇന്ന് താങ്ങ് കൊടുത്തില്ലെങ്കിൽ അടുത്ത കാറ്റത്ത് ചങ്ങായി മിക്കവാറും മറിഞ്ഞ് താഴെ പോകും. താങ്ങ് കൊടുത്ത് കേരവള്ളി വെച്ച് കെട്ടി നിർത്തിയാൽ ആശാനോട് നിൽക്കുന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം. 2 സൈഡിലും ഓരോ കാല് കൊടുത്തിട്ട് ഇതൊന്ന് വലിച്ച് കെട്ടാം. ഇനി ഇവനിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. പിന്നെ നമ്മൾ പ്രൂൺ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റൊളീനിയ പ്ലാന്റ് ആണ്. ഇത് കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് മേലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. ഇത് കുറേ ബ്രാഞ്ചസ് വന്നിട്ട് ഒരു ഇറഗുലാരിറ്റിയിലാണ് ഇപ്പോൾ സംഭവം നിൽക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ സാധനം മേലേക്ക് പോകേണ്ട രീതിയിൽ ഒന്ന് പ്രൂൺ ചെയ്ത് വിടും. എനിക്ക് തോന്നുന്നു ഇത്രയും മതിയെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ വളവൊക്കെ ചെന്ന് കഴിയുമ്പം തടി കുറച്ച് നന്നായിട്ട് മുകളിലേക്ക് ഇതൊക്കെ വളർന്ന് നിൽക്കുന്നത് ഒരു നല്ല വൃത്തിയിലും നല്ല ഷേപ്പിലും ആണെങ്കിൽ മൊത്തത്തിൽ കാണാനും ഒരു ഭംഗിയാണ്. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്ത് എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. എനിക്ക് താല്പര്യം അതാണ്. എന്തായാലും നമ്മുടെ നാട്ടിലുള്ളപ്പോൾ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഫോണിൽ കൂടെ നമുക്ക് എത്ര പറഞ്ഞു കൊടുത്ത് പ്രൂണിങ് ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മളുള്ളപ്പോൾ നമ്മളിതൊക്കെ അങ്ങ് ചെയ്യുന്നു. ആൻഡ് ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നു. ഓരോ പഴങ്ങളും കായകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കാണുമ്പോൾ ഒരു സന്തോഷം. മാമി സപ്പോർട്ട് നമ്മൾ ഇപ്രാവശ്യം എന്തായാലും പ്രൂൺ ചെയ്യുന്നില്ല. സാധനം എങ്ങനെ വളർന്നു കയറും നമുക്ക് നോക്കാം. എന്തായാലും നല്ല രീതിയിൽ വളർന്നതാണല്ലോ. ഇപ്രാവശ്യം നമ്മളതിനെ ശല്യപ്പെടുത്തുന്നേയില്ല. സംഭവം അങ്ങനെ കിടക്കട്ടെ. പിന്നെ ഒരു കിളിക്കൂടൊക്കെ ഉണ്ട്. പിന്നെ നമ്മളായിട്ടത് നശിപ്പിക്കണ്ട. അടുത്ത് നമുക്ക് ഈ അബിയു പ്ലാന്റ് ഒന്ന് നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കുറേ തണ്ടുകൾ നിലത്ത് മുട്ടിയിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും ഇപ്രാവശ്യം ചെയ്തൊരു താങ്ങ് കൊടുത്ത് അടുത്ത പ്രാവശ്യം ഇതിനെ നമുക്ക് കായ്പ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഫസ്റ്റ് പ്രൂണിങ് ആണ്. ഈ താഴത്തെ കമ്പ് ആവശ്യമില്ല. ഇത് മണ്ണിൽ കിടന്നിട്ട് ചിലപ്പോൾ ഫംഗൽ ബാധയൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ചാമ്പ നല്ല രീതിയിലൊന്ന് പ്രൂൺ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ചും കായാണ് താഴോട്ടൊക്കെ. അതുകൊണ്ട് അത് ഇപ്രാവശ്യം ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഞാൻ നിൽക്കുന്നത്. വേണമെങ്കിൽ ഇപ്രാവശ്യം ഒഴിവാക്കി വിടാം അല്ലേ. നമ്മൾ കായൊന്നും പറിക്കുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ കിളികൾക്കും അങ്ങനത്തെ ഉള്ളതിനൊക്കെ കായ കിട്ടുന്നതുകൊണ്ട് നമ്മളത് പറിച്ച് കട്ട് ചെയ്ത് കളയുന്നത് മോശമല്ലേ. എന്തായാലും ഈ കായ സീസൺ കഴിഞ്ഞിട്ട് ഈ മഴക്കാലൂടെ കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രാവശ്യം ഒന്ന് ഹാർഡ് പ്രൂൺ ചെയ്ത് മേലേക്ക് വളർത്തി വിടാൻ തോന്നുന്നു. ഇപ്രാവശ്യം സംഭവം അങ്ങനെ തന്നെ നിൽക്കട്ടെ. അടിയിലൊക്കെ നിറച്ചും കായാണ്. കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വലിയ വലിയ കമ്പെല്ലാം കട്ട് ചെയ്ത് കളയേണ്ടി വരും. എന്തായാലും നമ്മളിത് അധികം കഴിക്കുന്നൊന്നുമില്ലല്ലോ. കഴിക്കുന്ന മുഴുവൻ കിളികളും ഈ അടുത്തുള്ള പിള്ളേരൊക്കെയാണ്. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പ്രാവശ്യം അത് പ്രൂൺ ചെയ്യാം. അവക്കാടോയുടെ 2-3 കായ നല്ലോണം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി മഴയത്ത് നിന്ന് കെട്ടുപോകുന്നതിനെക്കാട്ടും നല്ലത് പറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സാലഡിനോ അല്ലെങ്കിൽ ജ്യൂസ് അടിക്കാനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ടൊരു 3-4 കായ എന്തായാലും പറിച്ചെടുക്കാം. സ്റ്റാർ ഫ്രൂട്ട് ഇതിൻ്റെ ചെടി ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഇത് ഇതുവരെ പ്രൂൺ ചെയ്യാത്തത് കൊണ്ട് ഭയങ്കരമായി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പന്തൽ പോലെ ആണ് നിൽക്കുന്നത്. ഇത് ഇനിയൊന്ന് പ്രൂൺ ചെയ്ത് നമുക്ക് കുറച്ച് മുകളിലേക്ക് പൊങ്ങിപ്പോകുന്ന രീതിയിലാക്കാം. താഴെയൊക്കെ കുറേ കായ പിടിച്ച് കിടക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അതൊന്നും കട്ട് ചെയ്ത് കളയുന്നില്ല. കായൊന്നും ഇല്ലാത്ത കുറച്ച് കമ്പൊക്കെ കട്ട് ചെയ്ത് ഒരു ഷേപ്പ് വരുത്തുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഇത് തോന്നി കണക്ക് വളർന്നങ്ങ് പോകും. ഈ കമ്പിൻ്റെയൊക്കെ താഴോട്ട് കുറച്ച് പൂ വരുന്നുണ്ട്. അപ്പം ആ ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഏറ്റവും താഴത്തെ കൊമ്പിലാണ് ഇഷ്ടംപോലെ പൂവൊന്ന് കായ പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ സംഭവം ടച്ച് ചെയ്യുന്നില്ല. ഇത് കണ്ട ഇഷ്ടംപോലെ കായ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വൈറ്റ് ഞാവലാണ്. വൈറ്റ് ഞാവലിൽ കുറച്ച് കായ പിടിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ചെടി ഒന്ന് പ്രൂൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അടുത്ത സീസണിലേക്ക് നല്ല രീതിയിൽ ഒന്നുകൂടെ കയറി വരാൻ സാധ്യതയുണ്ട്. ഒരു ലൈറ്റ് പ്രൂണിങ് നമുക്ക് നടത്തിയേക്കാം. കായുള്ള ഭാഗം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യൻ ചെറിയാണ്. വലിയ പ്രൂണിംഗ് ഒന്നും ആവശ്യമില്ല. ആശാൻ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന് മേലെ കയറിയിട്ടുണ്ട്. നമുക്ക് താഴെ ഭാഗത്തുള്ള കുറച്ച് കമ്പുകൾ മാത്രം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. വെരി സോഫ്റ്റ് പ്രൂണിങ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ.
ഇതിൻ്റെയൊക്കെ കമ്പ് കൊണ്ട് നട്ട് വെച്ച് കഴിഞ്ഞാലും നല്ല സൂപ്പറായിട്ട് വളർന്നു വരുന്ന സാധനമാണിത്. നമ്മുടെ ബേറാപ്പിൾ കാര്യമായിട്ട് പ്രൂണിങ് ഒന്നും ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല. നല്ല രീതിയിൽ മേലേക്ക് തന്നെ വളർച്ചയുണ്ട്. അപ്പം ഒരുപാട് വലിയ മരമാകുമ്പോൾ നമുക്കൊന്ന് മുകളിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഓക്കെയാണ്. അത്യാവശ്യം പൂവൊക്കെ വരുന്നുണ്ട്. മഴക്കാലമായത് ഇത് പിടിച്ചു കിട്ടുമെന്ന് അറിയത്തില്ല. എന്നാലും പൂവൊക്കെ വരുന്നത് കൊണ്ട് നമ്മളങ്ങനെ മേലേക്കൊന്നും കാര്യമായിട്ട് പ്രൂൺ ചെയ്യുന്നില്ല. ഇതിനൊക്കെ പൂ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും താഴെ എയർ പ്രൂണിങ് പോട്ടിൽ വെച്ചിരിക്കുന്ന ഒരു 4 മൂട് ആപ്പിളുണ്ട്. 4 ഒരെണ്ണം ഉണങ്ങിപ്പോയി. ബാക്കി ഗോൾഡൻ ഡോർസെറ്റ് ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പ്രൂൺ ചെയ്തിട്ട് നമുക്ക് സാഫൊക്കെ തേച്ച് കൊടുക്കാം. ഇപ്രാവശ്യം നല്ല രീതിയിൽ പൂവൊക്കെ വന്നതാണ്. പക്ഷേ മഴ ആയതുകൊണ്ട് പൂവൊക്കെ കൊഴിഞ്ഞു പോയി. എന്തായാലും ഒന്ന് ചെറിയ രീതിയിലൊന്ന് പ്രൂണിങ് നടത്തി നമുക്ക് ആശാനെ അടുത്ത സീസണിലേക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത് നമ്മുടെ ട്രോപ്പിക്കൽ സ്വീറ്റ് വെറൈറ്റിയാണ്. ഇത് അങ്ങനെ വലിയ വളർച്ചയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എന്നാലും പോയിട്ടില്ല. ഇനി നമുക്ക് അടുത്ത സീസണിലേക്ക് ആൾ കയറി വരുമോ എന്ന് നോക്കാം. എന്തായാലും കാര്യമായിട്ടൊന്നും പ്രൂൺ ചെയ്യാനുമില്ല. ഈ സംഭവം അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് എന്താ പറയുന്നത്, ട്രോപ്പിക്കൽ സ്വീറ്റ് തന്നെയല്ലേ ഇത്? ട്രോപ്പിക്കൽ സ്വീറ്റ് തന്നെയാണ്. അതിൻ്റെ തന്നെ 2 വെറൈറ്റി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ട്രോപ്പിക്കൽ സ്വീറ്റിന് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് കാര്യമായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് എന്തൊക്കെയോ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കൊടുക്കാം. ഇതിനകത്ത് ഇഷ്ടം പോലെ ഒരു ജീവിയുണ്ട്, ഒരു വെള്ള കളറുള്ള. അപ്പോൾ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് ബെറ്റർ. ആപ്പിളിന് പിന്നെ അവർ പറയുന്ന പോലെ അതേപോലെ നമുക്കൊരു പരിചരണം കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം കായ പിടിക്കാത്തതിൻ്റെ ഒരു റീസൺ അതും കൂടി ആവാം. പ്ലാന്റൊക്കെ നല്ല സ്ട്രോങ്ങിൽ എന്തായാലും വളർന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം പ്രൂണിങ് ഒക്കെ നമ്മൾ എന്തായാലും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കുറച്ച് സാഫും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം. സാഫും കൂടെ തേച്ച് കൊടുത്താൽ പിന്നെ നല്ല വൃത്തിയിൽ സംഭവം അവിടെ നിന്നോളും. ഓക്കെ, അപ്പോൾ നമുക്ക് സാഫ് ഫംഗിസൈഡ് കലക്കാം. ഇത് കലക്കിയിട്ട് നമ്മൾ പ്രൂൺ ചെയ്യുന്ന ചെടിയുടെ ഭാഗത്ത് തേച്ച് കൊടുക്കാം, ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലൊന്ന് ആക്കിയെടുക്കാം. ഇനി നമ്മൾ താഴെ എയർ പ്രൂണിങ് പോട്ടിൽ വെച്ച ചെടിയാണ് നമ്മൾ സാഫ് തേക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ട്രോബെറി പേരയ്ക്കാണ്. ഇത് അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ പ്രൂൺ ചെയ്തായിരുന്നു. അപ്പം ഇതിനൊന്ന് സാഫ് തേച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ കലക്കി വെച്ച സാഫ് നമ്മൾ പ്രൂൺ ചെയ്ത ഭാഗത്തേക്കൊന്ന് തേച്ച് കൊടുക്കാം. മഴ വരുന്നതിന് മുമ്പേ ഇതൊന്ന് പിടിച്ച് കിട്ടിയാൽ പിന്നെ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ സേഫായിട്ട് നമുക്ക് സമാധാനമായിട്ട് നമുക്ക് ഇരിക്കാം. ഇനി നമുക്ക് ഈ റംബൂട്ടാൻ്റെ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ നമുക്ക് സാഫും തേച്ച് കൊടുക്കാം. ഇവനെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മെരുക്കി സെറ്റാക്കി എടുക്കണം. ഇതുവരെ നമുക്ക് പിടുത്തം തന്നിട്ടില്ല. അടുത്ത സീസണിൽ ഇവനെ കൊണ്ട് കായ്പ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ചോലയൊക്കെ വെട്ടി ഇൻഫെക്ഷൻ ഒന്നും ആവാതെ മഴക്കാലം കഴിഞ്ഞ് കിട്ടിയാൽ അടുത്ത സീസണിൽ നമുക്ക് അടിപൊളിയായിട്ട് റംബൂട്ടാൻ കഴിക്കാം. നമ്മളടുത്ത റംബൂട്ടാൻ ആയാലും സാഫ് തേച്ച് നമുക്ക് നല്ല സാഫായിട്ട് നിർത്താം. ഫംഗസ് ഒന്നും പിടിക്കാതെ മഴക്കാലം നല്ല വൃത്തിയിൽ അങ്ങ് കടന്നു പോട്ടെ. ഇനി നമുക്ക് നല്ല വൃത്തിയിൽ സാഫ് തേച്ച് കൊടുക്കേണ്ടത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ റൊളീനയാണ് നമ്മൾ പ്രൂൺ ചെയ്ത്. അപ്പോൾ അതിന് സാഫൊക്കെ തേച്ച് വൃത്തിയായിട്ട് കൊടുക്കാം. ഇതിൻ്റെ തണ്ട് ഭയങ്കര സോഫ്റ്റാണ് തണ്ട്. നമുക്ക് ആ കത്തി വെച്ച് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ പയറൊക്കെ കട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്രയും സോഫ്റ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതിനകത്ത് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ
സാഫും കൂടെ തേച്ച് കൊടുക്കാം നമ്മുടെ ആപ്പിൾ പ്ലാന്റ്സിന്. ഇവിടെ നിൽക്കുന്നത് ഗോൾഡൻ ഡോർസെറ്റാണ്, അപ്പുറത്ത് നമുക്ക് ട്രോപ്പിക്കൽ സ്വീറ്റാണുള്ളത്. ഇത് നമ്മുടെ ട്രോപ്പിക്കൽ സ്വീറ്റ് വെറൈറ്റിയാണ്. ഞാനിത് മിറാക്കിൾ ഫാമിൽ നിന്നാണ് വാങ്ങിയത്. മിറാക്കിൾ ഗാർഡൻ അല്ല, മിറാക്കിൾ ഫാം. അപ്പോൾ അവരുടെ അടുത്ത് ഇഷ്ടംപോലെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. അവർ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരുടെ അടുത്തും ഇതൊരുപാട് കായ്ച്ചതായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കും കായ്ക്കും, മറ്റുള്ളവർക്കൊക്കെ കായ്ക്കുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കായ്ച്ചുകൂടാ? നമ്മൾ നല്ല രീതിയിൽ നോക്കി ഒന്ന് കെയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവ നമുക്കും കായ്ക്കും. നമ്മുടെ മുറ്റത്തും ആപ്പിൾ ഉണ്ടാവും. ഇവിടുന്ന് തന്നെ നമുക്ക് പറിച്ച് ആപ്പിൾ കഴിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ അത്യാവശ്യം പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സാഫ് എല്ലാത്തിനും തേച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇപ്പോൾ വൈകുന്നേരമായിട്ട് ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ട്. അതിന് മുമ്പായിട്ട് ഇതൊക്കെ ഒന്ന് ഉണങ്ങി, സാഫ് തേച്ചതൊക്കെ ഉണങ്ങി, ഇൻഫെക്ഷനൊന്നും ഇല്ലാതെ നല്ല സ്ട്രോങ് ആയിട്ട് ചെടികളൊക്കെ കയറി വരുന്നുള്ള വിശ്വാസത്തിൽ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സീ യു.